മാൻവിയിലേക്ക് സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ പത്തിരിയും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. മുട്ടക്കറി പൊരിച്ച മുട്ടക്കറിയാണ് കേട്ടോ. അതിലേക്ക് വലിയ ഉള്ളിയും തക്കാളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്, കറിവേപ്പില ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കുക്കറിൽ ഞാൻ വേവിക്കാൻ വെച്ച് നമുക്ക് ആവശ്യത്തിന് മുട്ട എടുക്കുക, അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ടത് പൊരിച്ചെടുക്കുക. നല്ല സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. പത്തിരിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഞങ്ങളിവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കൽ. ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. നൈസ് പത്തിരിൻ്റെ കൂടെ നല്ല എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. മോള് വന്നിട്ടുണ്ട്, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അവൾക്ക് ഇഷ്ടം അങ്ങനത്തെ കറി ആയതുകൊണ്ട് ഞാൻ രാവിലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി. അതിലേക്ക് തേങ്ങയും വലിയ ജീരകവും ചെറിയ ഉള്ളിയും അരിച്ചെടുക്കുക. എന്നിട്ട് ഈ മുട്ട അത് അതിലേക്ക് ഇട്ടിട്ട് കറിയിലേക്ക് ഇട്ടിട്ട് തേങ്ങയും അരച്ചത് ചേർത്ത് കൊടുക്കുക, മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക. പിന്നെ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് താളിച്ചെടുക്കുക, വെളിച്ചെണ്ണയിൽ താളിച്ചെടുക്കുക. എന്നിട്ട് കറിവേപ്പില ഇട്ടെടുക്കുക. സ്റ്റീലിൻ്റെ പാത്രമാകുമ്പോൾ വേഗം പുക വരും, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. സ്റ്റീലിൻ്റെ പാത്രമാകുമ്പോൾ നമുക്ക് വൃത്തിക്ക് കിട്ടാൻ വേണ്ടി സ്റ്റീലിൻ്റെ പാത്രമാണ് നല്ലതും. അപ്പോൾ കറി റെഡിയായി. ഇനി പത്തിരി ഉണ്ടാക്കണം. പത്തിരിക്ക് കുഴച്ച് വെച്ച് ഉരുളകളാക്കി പിന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എളുപ്പമായല്ലോ, കറി എളുപ്പമായതുകൊണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൈസ് പത്തിരി മുട്ടക്കറി ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കട്ടോ. അതിനുശേഷം ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ ചോറ്, ഇത് ഞാൻ പാല് തിളപ്പിച്ചതാണ്, ചോറ് വേവിക്കാൻ വെക്കുന്നുണ്ട്. റൈസ് കുക്കറിൽ മേൽ ചോറ് വേവിക്കാൻ വെച്ചിട്ട് ഇറക്കി വെച്ചാണ്ട് പോയി. പൂച്ച പ്രസവിക്കാനായപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, പൂച്ച പ്രസവിച്ച് കഴിഞ്ഞാൽ കുട്ടികളെയും പൂച്ചനെയും കൊണ്ട് എല്ലായിടത്തും പൂച്ചനെ കൊണ്ട് പുറത്ത് കൊണ്ടുപോയിടും. ഇവിടെ വേണ്ടാന്ന്, പൂച്ചക്കുട്ടികളെ ഇവിടെ വേണ്ട, എല്ലാം കൂടി പണിയാവും, പുറത്ത് കൊണ്ടുപോയിടുന്നാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അതാണ് പൂച്ചക്കുട്ടികളോട് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ പറയാണ്, വീഡിയോ എടുക്കാനൊക്കെ ഉഷാറാണ്, ഇതിനെ കൊണ്ടുപോയിടാൻ പറഞ്ഞല്ലേന്ന്. സോപ്പ് തേച്ച് കുളിച്ചുകൊണ്ടിരിക്കും. മമ്മി, മമ്മി, ഇത് മോളെ സാധനങ്ങളാണ്. അവൾ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഉണ്ട് വീഡിയോസ്. UGC ഡയറി എന്നാണ് പേര്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേട്ടാ. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കുള്ളത് നേരം ഒരുപാടായി. പൂച്ചകളായിട്ട് കളിപ്പിച്ചിരുന്നപ്പോൾ നേരം ഒരുപാടായി. അപ്പോൾ ഞാൻ ഉപ്പേരി, ബീട്രൂട്ടും പയറുപ്പേരും പപ്പടമൊക്കെ പൊരിച്ച്, കറി ഉണ്ടായിരുന്നു, കർമ്മൂസക്കറി ഉണ്ടായിരുന്നു. പിന്നെ മോനിക്ക് ട്യൂഷന് പോകാൻ നേരമായി. അപ്പോൾ പെട്ടെന്ന് വേഗം റെഡിയാക്കുകയാണ്. മീൻ ഞാൻ എയർ ഫെയറിൽ വെച്ചിട്ടുണ്ട്. വത്തളും മത്തിയുമാണുള്ളത്. ഞാൻ മീൻ ഇങ്ങനെ തന്നെ കേട്ടോ എയർ ഫെയറിലാണ് വെക്കുക. എണ്ണ അധികം ആവില്ല, ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പയറ് ഉപ്പേരി വെക്കുന്നത് ഒരു സ്പെഷ്യലാണ് കേട്ടോ. ഞാനൊരു വീഡിയോ കണ്ടാണ്, ഒരാളെ വീഡിയോ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടൊന്നും അറിയില്ല. കടുകിട്ട് കൊടുക്കുക, വെളിച്ചെണ്ണയിൽ കടുകിട്ട് കൊടുക്കുക, പിന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക, വറ്റൽമുളക്, പയർ ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കുക, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, അത് കുറച്ച് വെള്ളത്തിലൊന്ന് ഇങ്ങനെ ഒഴിക്കുക. അയാൾ പറഞ്ഞത് കറി നമുക്ക് ചോറിന് കറിയില്ലാതെ ഇത് മാത്രം കൂട്ടി കഴിച്ചാൽ മതി എന്നാണ് കേട്ടോ.
അതിന് പറ്റും കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിത് ഉപ്പേരിയായിട്ടാണ് ഉണ്ടാക്കിയത്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അത് നല്ലൊന്ന് മിക്സ് ചെയ്താൽ ഇത് റെഡി ആയിട്ടാണ്. പയറൊന്ന് മൂടി വേവിക്കും ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ, ഒരു വെറൈറ്റി ആണല്ലോ. ഇത് ചെറിയൊരു വെള്ളത്തോടെ ഉണ്ടാക്കുന്ന ആ വെള്ളത്തോടെ ചെറിയൊരു വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രൈഡായിട്ട് ഉപ്പേരിയായിട്ടും ഉണ്ടാക്കി തിന്നാം. ഇനി നമുക്ക് സെൻറ്റ് സെബാസ്റ്റ്യൻ കേക്ക് ഉണ്ടാക്കിയാലോ. അത് നല്ല ടേസ്റ്റാണ്. ചിലർക്ക് ചീസ് ക്രീം ഇഷ്ടമില്ലാത്തവർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ കൂടെ ഒരു സോസ് ഒഴിക്കുന്നുണ്ട്, അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിന് വേണ്ടത് ചീസ് ക്രീം വേണം. ഇഷ്ടമുള്ള ചീസ് ക്രീം എടുക്കുക. നല്ല ചീസ് ക്രീം ഉള്ളതാണ് നല്ലത്. പിന്നെ അതിലേക്ക് പഞ്ചസാര പൊടിച്ചത്, വാനില എസൻസ്, 2 മുട്ട, വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ചേർത്ത് കൊടുക്കുക. 3/4 കപ്പ് ചേർത്തിരുന്നേ. പിന്നെ നുള്ളു ഉപ്പും നാരങ്ങ നീര് ഓപ്ഷണലാണ്. പിന്നെ 1 ടീസ്പൂൺ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഞാൻ ബേക്കിംഗ് പേപ്പറൊക്കെ വെച്ച് ഓയിൽ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ക്രീം അടിച്ചെടുക്കുക. അതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. പൊടിച്ച പഞ്ചസാര അല്ലെങ്കിൽ ചെറിയ തരിൻ്റെ പഞ്ചസാര ഉണ്ടെങ്കിൽ അതായാലും മതി, ഇട്ട് കൊടുക്കുക. അത് കുറച്ച് വലുപ്പമുള്ള പഞ്ചസാര ആയതുകൊണ്ട് വേഗം വിപ്പ് ചെയ്തെടുക്കാൻ എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഞാൻ പൊടിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ബീറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. 1 മുട്ട പൊട്ടിച്ച് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം 2ാമത്തെ മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് അത് ബീറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് വാനില എസൻസ്, 1 നുള്ളു ഉപ്പ്, കുറച്ച് നാരങ്ങ നീര് ഇല്ലെങ്കിൽ നാരങ്ങൻ്റെ ജസ്റ്റ് പാട്ടുണ്ടല്ലോ മേലത്തെ മഞ്ഞ, അതായാലും മതി. അതിലേക്ക് വിപ്പിംഗ് ക്രീം 1/4 കപ്പ് വെച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി മതി കേട്ടോ. അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മൈദപ്പൊടി ചേർത്തതിന് ശേഷം സ്ലോയിൽ ബീറ്റ് ചെയ്താൽ മതി. എൻ്റെ പാത്രം ചെറുതായതുകൊണ്ട് പുറത്തേക്കൊക്കെ ഒന്നായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ പണി. ഇനി ഇത് ബേക്കിംഗ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ബേക്കിംഗ് പാത്രം ഡിഷ് എടുക്കുക കേട്ടോ. ഇത് ഞാൻ ചെറുതായതുകൊണ്ട് ചെറിയ ബേക്കിംഗ് പാത്രമാണ് എടുത്തിട്ടുള്ളത്. വട്ടത്തിലുള്ളതായാലും കുഴപ്പമില്ല. ഇനി ഇത് 200 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം പ്രീഹീറ്റ് ചെയ്യണം. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനാണ്. ഞാൻ 35 മിനിറ്റ് വെച്ചതിന് ഇത് ഈ കളറായിട്ടുണ്ടാവും കേട്ടോ, ഒരു ബ്രൗൺ കളറ്. പക്ഷേ ഈ കേക്കിന് ഒന്നും കൂടി കറുപ്പ് കളറാവണം മേലെ. അപ്പോൾ ഒരു 40 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അതായത് മാക്സിമം ഞാൻ 40 മിനിറ്റാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കളറാണ്. ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട. ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല. നല്ല ഇതിൽ തന്നെയാണ് ഇത്. ഈ കേക്കിൻ്റെ പ്രത്യേകത തന്നെ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് തണുത്തതിന് ശേഷമാണ് ഇനി കട്ട് ചെയ്ത് സോസൊക്കെ ഒഴിച്ച് തിന്നാനുള്ളത്. അപ്പോഴേക്കും ഞാൻ പൂച്ചക്കുട്ടികളുടെ അടുത്തൊക്കെ ഒന്ന് പോയി തിന്നാട്ട് കൊടുത്തിട്ടാണ്. അവരിപ്പോൾ മണ്ണൊക്കെ മാന്തി മൂത്രയിക്കാനും ഒപ്പിടാനൊക്കെ പഠിച്ച് തുടങ്ങുന്നുണ്ട്. ഒപ്പം തിന്നാനൊക്കെ പഠിക്കുന്നുണ്ട്. കുറച്ച് വലുപ്പമായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും. മോനക്കത്ര ഇഷ്ടമല്ല ഒഴിവാക്കണമെന്നും.
വൈകുന്നേരം ഞങ്ങൾക്ക് ചട്ടിപ്പത്തിരിയും കിട്ടിയിട്ടാണ്. നൗഷാക്ക് രാവിലെ ഓർഡർ ചെയ്ത് കുറേ ദിവസമായി ചട്ടിപ്പത്തിരി വാങ്ങണമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ചട്ടിപ്പത്തിരി ഞങ്ങളടുത്ത് കടയിൽ കണ്ടപ്പോൾ അവരോട് പറഞ്ഞതാണ്. അപ്പോൾ അവർ ഓർഡർ ചെയ്തതാണ്. രാവിലെ ഓർഡർ ചെയ്തിട്ട് വൈകുന്നേരം ആണ് ഇത് കൊണ്ടുവരുന്നത്. അങ്ങനെ തിന്നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ്. നല്ല ടേസ്റ്റായിട്ടുള്ള ചട്ടിപ്പത്തിരി തന്നെയാണ് കിട്ടിയത്. പിന്നെ ഞാൻ സോസ് ഉണ്ടാക്കുകയാണ്. അതിലേക്ക് മിൽക്ക് ചോക്ലേറ്റ് ഫ്രഷ് ക്രീം കുറച്ച് ഒഴിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് അത് ഒന്ന് അലിയിച്ചെടുക്കുക. അപ്പോഴേക്കും ചീസ് കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പേപ്പറൊക്കെ ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളത്തിൽ വെച്ചാണ് കേട്ടോ അലിയിക്കണത്. അല്ലെങ്കിൽ ഓവനിൽ വെച്ച് അലിയിച്ചെടുക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് മതിയാവും അലിയിച്ചെടുക്കാൻ ഓവനിലാണെങ്കിൽ. വെള്ളം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ചോക്ലേറ്റ് അലിഞ്ഞു വരും. പിന്നെ ഇത് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് മേലെ ഒഴിച്ച് സോസ് ഒഴിച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.